ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അവസരം കിട്ടിയാൽ എവിടെയും വെച്ച് വധിക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശിശുഹത്യ നടത്തുന്ന കുറ്റവാളി ജീവനോടെ ഉണ്ടെങ്കിൽ അവനെ ഞങ്ങൾ വിടാതെ പിന്തുടർന്ന് വധിക്കും എന്നായിരുന്നു ഇറാൻ്റെ ഔദ്യോഗിക പ്രസ്താവന. ഏതാനും ദിവസങ്ങളായി നെതന്യാഹു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തതും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന വീഡിയോയിലെ ചില വൈകല്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന രീതിയിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു. മാർച്ച് 12-ന് പുറത്തു വന്ന നെതന്യാഹുവിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈയിൽ 6 വിരലുകൾ ഉള്ളതായി കാണപ്പെട്ടു. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുണ്ടാക്കിയ വ്യാജ വീഡിയോ ആണെന്നും യഥാർത്ഥ നെതന്യാഹു കൊല്ലപ്പെട്ടെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. ഇത്തരത്തിൽ വ്യാപകമായി വാർത്തകൾ പ്രചരിക്കുന്നതിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയ വാർത്തകളെ പരിഹസിച്ചുകൊണ്ട് നെതന്യാഹു തന്നെ രംഗത്ത് വന്നു. തൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ച പുതിയ വീഡിയോയിലൂടെ ഇത്തരം ഫേക്ക് ന്യൂസുകൾക്ക് നെതന്യാഹു മറുപടി നൽകിയിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെതായി മുൻപ് പുറത്തു വന്ന ഒരു പ്രസ് കോൺഫറൻസ് വീഡിയോയിലെ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് ചിലർ ആരോപിച്ചിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ വലത് കൈയിൽ 6 വിരലുകൾ കാണപ്പെടുന്നുണ്ടെന്നും ഇത് AI വീഡിയോകളിൽ സാധാരണയായി സംഭവിക്കാറുള്ള ഒരു മിസ്റ്റേക്ക് ആണെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രചാരണം. എന്നാൽ പുതിയ വീഡിയോയിൽ തൻ്റെ 2 കൈപ്പത്തികളും ക്യാമറയ്ക്ക് അഭിമുഖമായി ഉയർത്തിപ്പിടിച്ച് തനിക്ക് 5 വിരലുകൾ മാത്രമേ ഉള്ളൂ എന്ന് നെതന്യാഹു വ്യക്തമായി പറയുന്നുണ്ട്. 6 വിരൽ എന്ന ആരോപണത്തെ തികഞ്ഞ പുച്ഛത്തോടെയാണ് അദ്ദേഹം നേരിട്ടത്. ദേ സേ ഐ ആം വാട്ട്, ഈ ക്യാപ്ഷനോടെയാണ് നെതന്യാഹു തൻ്റെ പുതിയ വീഡിയോ പങ്കുവച്ചത്. AI ഉപയോഗിച്ച് വ്യാജ വിവരങ്ങൾ നിർമ്മിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം വാദങ്ങൾ ജനങ്ങളെ എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ഈ വിവാദം. ഫെബ്രുവരി 28-ന് ഇസ്രയേലും അമേരിക്കയും ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവായ അയത്തോള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നായിരുന്നു പ്രചരണം. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള മിസൈൽ ആക്രമണങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിൽ ഇസ്രയേലിൽ 8 പേർക്ക് പരിക്കേറ്റതായും ടെലവീവിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇത്തരം ഒരു നിർണായക ഘട്ടത്തിലാണ് ഇസ്രയേൽ ഭരണകൂടത്തിൻ്റെ തലവൻ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത നിഷേധിച്ചുകൊണ്ട് നെതന്യാഹു രംഗത്ത് വരുന്നത്. അതിനിടെ ഇറാനിലെ യുദ്ധത്തെ തുടർന്നുള്ള സംഘർഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതും കെട്ടിച്ചമച്ചതുമായ ഉള്ളടക്കം അടങ്ങിയ വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിച്ചതിന് വിവിധ രാജ്യക്കാരായ 10 പേരെ അറസ്റ്റ് ചെയ്യാനും അടിയന്തര വിചാരണ നടത്താനും UAE ഉത്തരവിട്ടു. പ്രാദേശിക സംഭവവികാസങ്ങൾക്കിടയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ തുടർച്ചയായ നിരീക്ഷണത്തെ തുടർന്നാണ് ഈ നടപടിയെന്ന് UAE അറ്റോർണി ജനറൽ ഡോക്ടർ ഹമ്മദ് സെയ്ഫ് അൽ ഷംസി ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഈ പ്രതികൾ ഏത് രാജ്യക്കാരാണെന്നത് അറ്റോർണി ജനറൽ വെളിപ്പെടുത്തിയിട്ടില്ല. പൊതുജനങ്ങളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഇത്തരം സംഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ദേശീയ സുരക്ഷ, ക്രമസമാധാനം, സ്ഥിരത എന്നിവയെ ദുർബലപ്പെടുത്താനും ഇത്തരം വീഡിയോകൾ വഴി ചിലർ ശ്രമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. യുദ്ധഭീതിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരം വ്യാജ വീഡിയോകൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ നിൽക്കരുത്. കർശനമായ നിയമങ്ങൾ ഉള്ള ആ രാജ്യങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നതും കഠിനമായ ശിക്ഷകൾ തന്നെയായിരിക്കും.